എം ലെൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. ഇപ്പോൾ നമ്മൾ +1 കെമിസ്ട്രിയിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലടുത്തായിട്ട് പറയാൻ പോകുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. The properties which repeat after a regular interval are called periodic properties. അതായത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു റെഗുലർ ഇൻ്റർവെലിന് ശേഷം പ്രോപ്പർട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ, അതായത് ഇമ്പോർട്ടൻറ്റ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയായി, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി എക്സെട്ര. ഇതൊക്കെ എന്താണെന്നുള്ളത് താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അറ്റോമിക് റേഡിയസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അറ്റോമിക് റേഡിയസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിങ് ഇലക്ട്രോൺസ്. അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ടർമോസ്റ്റ് സെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. ഇൻഡിവിജ്വൽ ആറ്റംസിൻ്റെ അറ്റോമിക് റേഡിയസ് എന്താ പറ്റില്ല? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ്. അതുകൊണ്ട് തന്നെ ഓരോ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് അറ്റോമിക് റേഡിയസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കോവാലൻ്റ് റേഡിയസ്. കോവാലൻ്റ് റേഡിയസ്. ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോവാലൻ്റ്ലി ബോണ്ടഡ് ആറ്റംസ്. കോവാലൻ്റ്ലി ബോണ്ടഡ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടഡ്. അതായത് കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൻ്റെ ഹാഫ്, അതായത് ബിറ്റ്വീൻ ടു കോവാലൻ്റ്ലി ബോണ്ടഡ് ആറ്റംസ്. രണ്ട് കോവാലൻ്റ്ലി ബോണ്ടഡ് ആറ്റംസിൻ്റെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഹാഫിനെയാണ് എന്ത് പറയുന്നത്? കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത്. കോവാലൻ്റ് റേഡിയസ്. അപ്പോൾ ഇതൊരു മെത്തേഡായിട്ട് ഉപയോഗിക്കും. എങ്ങനെ? അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി അറ്റോമിക് റേഡിയസ് ഓഫ് നോൺ മെറ്റൽ ആറ്റംസ്. ഈ മെത്തേഡ് ഏതിനാണ് ഉപയോഗിക്കുന്നത്? നോൺ മെറ്റൽ ആറ്റംസിനാണ് ഈ കോവാലൻ്റ് റേഡിയസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ബോണ്ട് ഡിസ്റ്റൻസ് ഓഫ് ക്ലോറിൻ മോളിക്യൂൾ ഈസ് 198 പൈക്കോമീറ്റർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോറിൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 198 പൈക്കോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അതിൻ്റെ ഹാഫ്, അതായത് ബോണ്ട് ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? റേഡിയസ്, കോവാലൻ്റ് റേഡിയസ് 99 പൈക്കോമീറ്റർ. അപ്പോൾ അതാണ് ക്ലോറിൻ്റെ അറ്റോമിക് റേഡിയസ് ആയിട്ട് എടുക്കുക. ക്ലോറിൻ്റെ അറ്റോമിക് റേഡിയസ് ആയിട്ട് ഈ കോവാലൻ്റ് റേഡിയസ് എടുക്കും. ഇനി വേറെ മെത്തേഡ് എന്ന് പറയുന്നത് മെറ്റാലിക് റേഡിയസ്. ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റാലിക് അയോൺസ് ഇൻ എ മെറ്റൽ ക്രിസ്റ്റൽ. എന്താണ് മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്? ഹാഫ് ഓഫ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റാലിക് അയോൺസ്. രണ്ട് മെറ്റാലിക് അയോൺസിൻ്റെ ഇടയിലുള്ള ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഹാഫ്. അതിൻ്റെ ഹാഫിനാണ് എന്ത് പറയുന്നത്? മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇത് മെറ്റൽ ക്രിസ്റ്റലാണ് ഇത് ഉപയോഗിക്കുന്നത്. മെറ്റാലിക് അയോൺസ്, അതായത് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു, ഹാഫ് ഓഫ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റാലിക് അയോൺസ് ഇൻ എ മെറ്റൽ ക്രിസ്റ്റൽ. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് വാണ്ടർവാൾസ് റേഡിയസ്. വാണ്ടർവാൾസ് റേഡിയസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഹാഫ് ഓഫ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു non-bonded atoms of separate molecules in the solid state. It is defined as the half of the internuclear distance between two non-bonded atoms of separate molecules in solid state.
അപ്പോൾ എന്താണ് ഹാഫ് ഓഫ് ദി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോൺ ബോണ്ടഡ് ആറ്റംസ് ഓഫ് സെപ്പറേറ്റ് മോളിക്യൂൾസിൻ്റെ നോൺ ബോണ്ടഡ് ആറ്റംസ് അതിൻ്റെ ഹാഫ് ഓഫ് ദി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത് ഇൻ ദ സോളിഡ് സ്റ്റേറ്റിലാണ് എടുക്കുന്നത്. അറ്റോമിക് റേഡിയസ് ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ പൈക്കോമീറ്റർ. അറ്റോമിക് റേഡിയസ് ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ പൈക്കോമീറ്റർ. ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ ഈ പി എം എന്നുള്ളതാണ് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓർ ആങ്സ്ട്രം. പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻12 മീറ്റർ ആണ്. അതുപോലെ ആങ്സ്ട്രം എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻10. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് ഓർ ബൈ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അറ്റോമിക് റേഡിയസ് എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡോ അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡോ ഉപയോഗിച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് അലോങ് എ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. അപ്പോൾ അറ്റോമിക് റേഡിയസിൻ്റെ വേരിയേഷൻ ഒരു ഗ്രൂപ്പിലും പീരീഡിലൊക്കെ എങ്ങനെയാണ് അറ്റോമിക് റേഡിയസ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദ അറ്റോമിക് സൈസ് ഡിഗ്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. പീരീഡിൽ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് എന്താവും? ഡിഗ്രീസ് ചെയ്യും. ദിസ് ഈസ് ബിക്കോസ് ഇൻ എ പീരീഡ് ദി ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദി സെയിം വാലൻസ് ഷെൽ. ഇലക്ട്രോൺസ് സെയിം വാലൻസ് ഷെല്ലിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. ഒരു പീരീഡിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകുമ്പോൾ സെയിം വാലൻസ് ഷെല്ല് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിലേക്ക് ഇലക്ട്രോൺ ഇങ്ങനെ ആഡ് ആയിട്ട് വരും. എവിടുന്ന്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഒരു പീരീഡിൽ. ദസ് ദ നമ്പർ ഓഫ് ഷെൽസ് റിമെയിൻ സെയിം. നമ്പർ ഓഫ് ഷെൽസ് എന്താണ്? സെയിം ആയിരിക്കും. ബട്ട് ദി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോൺസ് അവിടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര എണ്ണം പ്രോട്ടോൺസും ന്യൂക്ലിയസിൽ വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ എന്താകുന്നുണ്ട്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആകുന്നുണ്ട്. സോ ദ അറ്റോമിക് റേഡിയസ് ഡിഗ്രീസസ്. അതുകൊണ്ട് തന്നെ എന്താകുന്നു? അറ്റോമിക് റേഡിയസ് കുറയുന്നു. ഇൻ എ ഗിവൺ പീരീഡ് ആൽക്കലി മെറ്റൽസ്. ഒരു ഗിവൺ പീരീഡിൽ ആൽക്കലി മെറ്റൽസിനാണ് മാക്സിമം സൈസ് ഉള്ളത്. ഗ്രൂപ്പ് 1-നെയാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുക. അപ്പോൾ ഒരു ഗിവൺ പീരീഡ് എടുത്താൽ അതിൽ ആൽക്കലി മെറ്റൽസിനാണ് മാക്സിമം സൈസ് ഉള്ളത്. അതുപോലെ ഹാലജൻസ് ഗ്രൂപ്പ് 17 ഹാലജൻസിനാണ് മിനിമം സൈസ് ഉള്ളത്. ഡൗൺ എ ഗ്രൂപ്പ് ദ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ എന്താണ്? അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണ്. നേരത്തെ പീരീഡിൽ നമ്മൾ പറഞ്ഞു ഡിഗ്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇവിടെ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ആൻഡ് ഷീൽഡിങ് എഫക്റ്റ്. അത് എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ ഷീൽഡിങ് എഫക്റ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഷീൽഡിങ് എഫക്റ്റ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇൻ ആറ്റംസ് വിത്ത് ഹയർ അറ്റോമിക് നമ്പർ ദ ഇന്നർ ഇലക്ട്രോൺസ് പാർഷ്യലി ഷീൽഡ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദ ന്യൂക്ലിയസ്. ഹയർ അറ്റോമിക് നമ്പറുള്ള ആറ്റംസിൽ ഇന്നർ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? പാർഷ്യലി ഷീൽഡ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് പാർഷ്യലി ഷീൽഡ് ചെയ്യുന്നുണ്ട് ഇന്നർ ഇലക്ട്രോൺസ്. സോ ദി ഔട്ടർ ഇലക്ട്രോൺസ് ഡു നോട്ട് എക്സ്പീരിയൻസ് ദി ഫുൾ അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. അതുകൊണ്ട് തന്നെ ഔട്ടർ ഇലക്ട്രോൺസിന് ഫുൾ അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഷീൽഡിങ് എഫക്റ്റ് ഓർ സ്ക്രീനിങ് എഫക്റ്റ്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഷീൽഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഷീൽഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഔട്ടർ ഇലക്ട്രോൺസിന് ഫുൾ അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല ന്യൂക്ലിയസിൻ്റെ. അതിനാണ് എന്ത് പറയുന്നത്? ഷീൽഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് ഓഫ് നോബിൾ ഗ്യാസസ് ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ഹാലജൻസ്. നോബിൾ ഗ്യാസസിൻ്റെ അറ്റോമിക് റേഡിയസ് എന്താണ്? ഹാലജൻസിനേക്കാളും ലാർജറാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും പീരീഡിൽ അങ്ങോട്ട് പോകുമ്പോൾ ഡിഗ്രീസ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ലാർജർ എന്നാണ് പറയുന്നത്. ഏതിൻ്റെ? നോബിൾ ഗ്യാസസ് പറഞ്ഞ് 18-ാം ഗ്രൂപ്പ്,
അത് ഹാലജൻസിനേക്കാളും പൈനയം ഗ്രൂപ്പിനേക്കാളും ലാർജർ ആണെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് നോബിൾ ഗ്യാസസ് ആർ മോണോ അറ്റോമിക്. നോബിൾ ഗ്യാസസ് എന്താണ്? മോണോ അറ്റോമിക്. മോണോ പറഞ്ഞാൽ ഒരു അറ്റം മാത്രമായിട്ട് നിലനിൽക്കുക, അങ്ങനെയാണ് മോണോ അറ്റോമിക് ആയിട്ടാണ് നിൽക്കുന്നത്. സോ വാൻ ഡെർ വാൾസ് റേഡിയസ് ഈസ് യൂസ്ഡ് to express the atomic radius which is greater than covalent radius or metallic radius. നോബിൾ ഗ്യാസസ് മോണോ അറ്റോമിക് ആയതുകൊണ്ട് അവിടെ എന്താണ് അറ്റോമിക് റേഡിയസ് എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നത്? വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ വാൻ ഡെർ വാൾസ് റേഡിയസ് ഏതിനേക്കാളും ഗ്രേറ്റർ ആണ്? കോവാലന്റ് റേഡിയസിനേക്കാളും അതുപോലെ അതിൻ്റെ മെറ്റാലിക് റേഡിയസിനേക്കാളൊക്കെ അവിടെ, അതായത് ഈ നോബിൾ ഗ്യാസ് മോണോ അറ്റോമിക് ആയതുകൊണ്ട് തന്നെ വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് അറ്റോമിക് റേഡിയസ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ കോവാലന്റ് റേഡിയസ് ഓർ മെറ്റാലിക് റേഡിയസ്. അത് ഏതിനേക്കാളൊക്കെ ഗ്രേറ്റർ ആണ്? കോവാലന്റ് റേഡിയസിനേക്കാളും അതുപോലെ മെറ്റാലിക് റേഡിയസിനേക്കാളും ഗ്രേറ്റർ ആണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അയോണിക് റേഡിയസ്. Ionic radius, it is defined as the half of the internuclear distance between cations and anions of an ionic crystal. Ionic radius എന്താണ്? half of internuclear distance between cations and anions of an ionic crystal. ഒരു അയോണിക് ക്രിസ്റ്റലിൻ്റെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൻ്റെ ഹാഫിനെയാണ് എന്ത് പറയുന്നത്? അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. ദ വേരിയേഷൻ ഓഫ് അയോണിക് റേഡിയസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് അറ്റോമിക് റേഡിയസ്. അപ്പോൾ അയോണിക് റേഡിയസിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അറ്റോമിക് റേഡിയസിൻ്റെ വേരിയേഷൻ പോലെ തന്നെയാണ്. ജനറലി എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ഇറ്റ്സ് പാരൻ്റ് ആറ്റം. ഒരു കാറ്റയോൺ എങ്ങനെയാണ്? അതിൻ്റെ പാരൻ്റ് ആറ്റത്തിനേക്കാളും സ്മോളാണ്. എക്സാമ്പിൾ Na+ ഈസ് സ്മോളർ ദാൻ Na ആറ്റം. Na+ എന്ന് പറയുന്നത് Na-നേക്കാളും സ്മോളറാണ്. എന്തുകൊണ്ടാണ് പറയുന്നുണ്ട്? ദിസ് ഈസ് ബിക്കോസ് എ കാറ്റയോൺ ഹാസ് ഫിയർ ഇലക്ട്രോൺസ്. കാറ്റയോൺസിന് അതിൻ്റെ പാരൻ്റ് ആറ്റത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവായിരിക്കും. ബട്ട് ഇറ്റ്സ് ന്യൂക്ലിയർ ചാർജ് റിമെയിൻസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് പാരൻ്റ് ആറ്റം. ന്യൂക്ലിയർ ചാർജ് എന്താണ്? പാരൻ്റ് ആറ്റത്തിനെ പോലെ സെയിം ആയിരിക്കും, പക്ഷേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവായിരിക്കും. പാരൻ്റ് ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുന്നത് കാരണം കാറ്റയോൺസിൻ്റെ സൈസ് സ്മോളർ ദാൻ ഇറ്റ്സ് പാരൻ്റ് ആറ്റം ആയിരിക്കും. ആൻഡ് ആനയോൺ ഈസ് ലാർജർ ദാൻ ഇറ്റ്സ് പാരൻ്റ് ആറ്റം. ആനയോണ് പാരൻ്റ് ആറ്റത്തിനേക്കാളും ലാർജർ ആണ്. എക്സാമ്പിൾ Cl- ഈസ് ലാർജർ ദാൻ Cl ആറ്റം. ക്ലോറിൻ മൈനസ് Cl- ഏതിനേക്കാളും ലാർജറാണ്? ക്ലോറിൻ ആറ്റത്തേക്കാളും ലാർജറാണ്. ദിസ് ഈസ് ബിക്കോസ് ദ അഡീഷൻ ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺസ് വുഡ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ്ഡ് ഇലക്ട്രോണിക് റിപ്പൾഷൻ ആൻഡ് ഡിക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അതായത് ഒന്നോ അതിൽ കൂടുതലോ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോണിക് റിപ്പൾഷൻ കൂടും. അതുപോലെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവ ലാർജർ സൈസ് ആയിരിക്കും. ആനയോൺസ് എന്ന് പറയുന്നത് ലാർജർ ദാൻ ഇറ്റ്സ് പാരൻ്റ് ആറ്റം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ അയോണിക് റേഡിയസ് ആണ് പറയുന്നത്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആറ്റംസ് ആൻഡ് അയോൺസ് ഹാവിങ് ദി സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പോൾ ഐസോ എന്ന് പറയുന്നത് സെയിം എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസിനെയാണെന്ന് പറയുന്നത് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ്. ആറ്റംസിനോ അല്ലെങ്കിൽ അയോൺസിനോ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസിനോ അയോൺസിനെയാണ് എന്ത് പറയുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുന്നത് O2-, F-, നിയോൺ, Na+, Mg2+, എക്സെട്ര.
ഓൾ ദീസ് കണ്ടെയ്ൻ 10 ഇലക്ട്രോൺസ്. എല്ലാത്തിനും എത്രയാണ്? 10 ഇലക്ട്രോൺ ആണുള്ളത്. എമംഗ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ദ കാറ്റയോൺ വിത്ത് ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ് വിൽ ഹാവ് ദി സ്മോളർ റേഡിയസ്. ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോൺ ആയിരിക്കും സ്മോളർ റേഡിയസ് ഉണ്ടായിരിക്കുക. ഇവിടെ Mg2+നായിരിക്കും സ്മോളർ റേഡിയസ് ഉണ്ടായിരിക്കുക. ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോണിനാണ് എന്തുണ്ടായിരിക്കുക? സ്മോളർ റേഡിയസ് ഉണ്ടായിരിക്കുക. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഗ്രേറ്റർ അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു ദി ന്യൂക്ലിയസ്. എന്തുകൊണ്ടാണ്? ഗ്രേറ്റർ അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു ദി ന്യൂക്ലിയസ്. ഇവിടെ ഇലക്ട്രോൺസിനേക്കാളും കൂടുതൽ പ്രോട്ടോൺസ് ഏതിലുണ്ടാവും? ന്യൂക്ലിയസിലുണ്ടാവും. അപ്പോൾ ന്യൂക്ലിയസിലേക്ക് എല്ലാ ഇലക്ട്രോൺസിനും ഗ്രേറ്റർ അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ സൈസ് സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ അവയുടെ റേഡിയസ് സ്മോൾ ആയിരിക്കും. ദ ആനയോൺ വിത്ത് ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് വിൽ ഹാവ് ദി ലാർജർ റേഡിയസ്. ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോണിനായിരിക്കും എന്തുണ്ടായിരിക്കുക? ലാർജർ റേഡിയസ് ഉണ്ടായിരിക്കുക. അതെന്തുകൊണ്ടാണ്? ഹിയർ ദ റിപ്പൾഷൻ ബിറ്റ്വീൻ, ഇപ്പോൾ ഇവിടെ O2- ലാർജർ റേഡിയസ് ഉണ്ടായിരിക്കുക. കാരണം പറയുന്നത് റിപ്പൾഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. അവിടെ റിപ്പൾഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ഏതിനേക്കാളും ഗ്രേറ്റർ ആണ്? അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസിനേക്കാളും ഗ്രേറ്റർ ആണ്. സോ ദ അയോൺ വിൽ എക്സ്പാൻഡ് ഇൻ സൈസ്. അതുകൊണ്ട് തന്നെ അയോണ് എക്സ്പാൻഡ് ഇൻ സൈസ്. അപ്പോൾ ഇങ്ങനെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാൽ അതിൽ കാറ്റയോൺ, ഏറ്റവും പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണിനായിരിക്കും ഏറ്റവും സൈസ് കുറവും അല്ലെങ്കിൽ സ്മോളർ റേഡിയസ് ഉണ്ടായിരിക്കുക. അതുപോലെ ആനയോൺ വിത്ത് ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോണിനായിരിക്കും ലാർജർ റേഡിയസ് ഉണ്ടായിരിക്കുക. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത്, ഒരു പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യാനുള്ളത് അയണൈസേഷൻ എൻതാൽപ്പി. ഡെൽറ്റ എച്ച് ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എച്ച് ഐ. It is defined as the energy required to remove an electron from the outermost shell of an isolated gaseous atom in its ground state. അപ്പോൾ ഇതെന്താണ്? എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജി ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാസിയസ് ആറ്റം. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാസിയസ് ആറ്റം in its ground state. It may be represented as, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എക്സ് ഗ്യാസ്, ജി എന്നുള്ള റെപ്രസെൻറ്റേഷൻ ഗ്യാസ്, അതിക്ക് ഡെൽറ്റ എച്ച്, ഈ അയണൈസേഷൻ എന്താൽപ്പി അത്രയും എനർജി നൽകുമ്പോൾ ഗീവ്സ് എക്സ് പ്ലസ് ഇലക്ട്രോൺ. അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പി നൽകുമ്പോൾ അതിൽ എക്സ് പ്ലസ് എന്നുള്ള അയോണും ഉണ്ടാവും, അതുപോലെ ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോൾ റിമൂവ് ആൻ ഇലക്ട്രോണിന് റിമൂവ് ചെയ്തു. അതിനാണ് അയണൈസേഷൻ എൻതാൽപ്പി. ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് കിലോ ജൂൾ പെർ മോൾ ഓർ ജൂൾ പെർ മോൾ. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ മോൾ അല്ലെങ്കിൽ ജൂൾ പെർ മോൾ. The energy required to remove the first electron from the outermost shell of a neutral atom is called first ionization enthalpy. ഫസ്റ്റ് ഇലക്ട്രോൺ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഫസ്റ്റ് ഇലക്ട്രോണിനെ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എ ന്യൂട്രൽ ആറ്റം, അതിലുള്ള ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഡെൽറ്റ എച്ച് ഐ 1, എക്സ് പ്ലസ് ഡെൽറ്റ എച്ച് ഐ 1 ഗീവ്സ് എക്സ് പ്ലസ് ഇലക്ട്രോൺ. അതായത് ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി ആയതുകൊണ്ട് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി.
ഇനി സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ യൂണി പോസിറ്റീവ് അയോൺ. ഇവിടെ ആൻ എന്നായിരിക്കും വരിക. ഫ്രം ആൻ യൂണി പോസിറ്റീവ് അയോൺ. യൂണി പോസിറ്റീവ് പറഞ്ഞാൽ ഒറ്റ പോസിറ്റീവ്. എക്സ് പ്ലസ് അതിക്ക് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഇലക്ട്രോണും റിമൂവ് ആകപ്പെടും. അതായത് യൂണി പോസിറ്റീവ് അയോണിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുക, അതിനാണ് സെക്കൻഡ് അയണൈസേഷൻ. അത് പറയുമ്പോൾ തന്നെ അതിൽ ആ മീനിങ് വരുന്നുണ്ട്. രണ്ടാമത് അയണൈസ് ചെയ്യുക, രണ്ടാമത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക. അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. എനർജി ഈസ് ഓൾവേസ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം ഓർ അയോൺ. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ എപ്പോഴും എനർജി ആവശ്യമാണ്. സോ ഡെൽറ്റ എച്ച് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ദ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് ഹയർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റിനേക്കാളും ഹയർ ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ് ചാർജ്ഡ് അയോൺ ദാൻ ഫ്രം എ ന്യൂട്രൽ ആറ്റം. ഒരു ന്യൂട്രൽ ആറ്റത്തിനേക്കാളും ഇലക്ട്രോണ് റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ഏതിൽ, ഒരു പോസിറ്റീവ് ചാർജ്ഡ് അയോണിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. അതായത് പോസിറ്റീവ് ചാർജ്ഡ് അയോണിൽ ന്യൂട്രൽ ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിൽ എന്തായിരിക്കും, ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടുന്ന് രണ്ടാമത് ആദ്യം ഒന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്തു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന്. ഇനി പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ന്യൂക്ലിയസ് ചാർജ് അവിടെ ഏതിനേക്കാളും ന്യൂട്രൽ ആറ്റത്തിനേക്കാളും കൂടും. ഏതിൽ, പോസിറ്റീവ് ചാർജ്ഡ് അയോണിൽ. ഇനി അടുത്ത് പറയുന്നത് സിമിലർലി തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഹയർ ദാൻ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് സോ ഓൺ. അങ്ങനെ തേർഡ് ഫോർത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആയിട്ട് വരും. കാരണം തേർഡ് ഫോർത്ത് ഒക്കെ റിമൂവ് ചെയ്യുമ്പോഴേക്കും ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചത്. ഡെൽറ്റ H1, ഡെൽറ്റ HI1, ഡെൽറ്റ HI2, ഡെൽറ്റ HI3 അപ്പോൾ കൂടുതലായിരിക്കും. സെക്കൻഡ് ഫസ്റ്റിനേക്കാളും കൂടുതൽ, അതുപോലെ തേർഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡിനേക്കാളും കൂടുതൽ, അതുപോലെ ഫോർത്ത് വൺ തേർഡിനേക്കാളും കൂടുതൽ. അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും അയണൈസേഷൻ എൻതാൽപ്പി ഇത് ഈ പറഞ്ഞ ഓർഡർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പീസ് അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും ഉണ്ടായിരിക്കുക. ആസ് ദ ഈസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ് ദ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ആസ് ദി ഈസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഈസി ആണെങ്കിൽ, അതായത് മെറ്റൽസിലൊക്കെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിലും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലൊക്കെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അവിടെ ദ അയണൈസേഷൻ എൻതാൽപ്പി ഈ ഈസി ആയിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ആയും. അതായത് ഈസ് ഓഫ് ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള ഈസിനെസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ആവും. ഇനി പറയുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി. The important factors which affect the ionization enthalpy are, അപ്പോൾ അതിനെ അയണൈസേഷൻ എൻതാൽപ്പിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അറ്റോമിക് സൈസ്. ഗ്രേറ്റർ ദി അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് സ്മോളർ വിൽ ബി ദി അയണൈസേഷൻ എൻതാൽപ്പി. അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അതായത് അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് ഔട്ടർമോസ്റ്റ് സെല്ലുള്ള ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. ഷീൽഡിങ് എഫക്റ്റ് കാരണം ഔട്ടർമോസ്റ്റ് സെല്ലുള്ള ഇലക്ട്രോണിൻ്റെ അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ
ഈസി ആയിട്ട് ഈസിനെസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള ഈസിനെസ് ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ആവും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജ്. ദ വാല്യൂ ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് വിത്ത് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവും. ഇനി സി ആയിട്ട് പറയുന്നത് ഷീൽഡിംഗ് എഫക്റ്റ്. ആസ് ദ ഷീൽഡിംഗ് എഫക്റ്റ് ഇൻക്രീസസ് ദി ഇലക്ട്രോൺ ക്യാൻ ഈസിലി ബി റിമൂവ്ഡ് ആൻഡ് സോ ദ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. നേരത്തെ ഡിസ്കസ് ചെയ്ത ന്യൂക്ലിയർ ചാർജ് വരുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലാവുമ്പോൾ എന്തായിരിക്കും, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവും. ഇവിടെ പറയുന്നത് ഷീൽഡിംഗ് എഫക്റ്റ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ഇലക്ട്രോണ്, അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനുള്ള അട്രാക്ഷൻ കുറയും. ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഷീൽഡ് ചെയ്യും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ അട്രാക്ഷൻ ടു ദ ന്യൂക്ലിയസ് കുറയും. അപ്പോൾ ഇലക്ട്രോൺ ക്യാൻ ബി ഈസിലി റിമൂവ്ഡ്. സോ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലാണെങ്കിൽ കൂടുന്നതിനനുസരിച്ച് അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ആവും. ഇനി ഡി, പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഇൻക്രീസസ് അയോണൈസേഷൻ എൻതാൽപ്പി. ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവും. ഇനി പറയുന്നത് വേരിയേഷൻ ഓഫ് ഡെൽറ്റ എച്ച് ഐ എലോങ് എ പീരീഡ് ആൻഡ് എ ഗ്രൂപ്പ്. വേരിയേഷൻ ഓഫ് ഡെൽറ്റ എച്ച് ഐ എലോങ് എ പീരീഡ് ആൻഡ് എ ഗ്രൂപ്പ്. അയോണൈസേഷൻ എൻതാൽപ്പി പീരീഡിലും അതുപോലെ ഗ്രൂപ്പിലും എങ്ങനെ വേരി ചെയ്യുന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. എലോങ് എ പീരീഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരു പീരീഡിൽ അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അതെന്തുകൊണ്ടാണ്? അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യും, അതുപോലെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈറ്റ്, ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ആകുന്നത്. അപ്പോൾ ഇലക്ട്രോണിന് റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. ഈ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിന് റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. ദസ് ആൽക്കലി മെറ്റൽസ് ഹാവ് ദി ലീസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് നോബിൾ ഗ്യാസസ് ഹാവ് ദി മോസ്റ്റ്. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ആവുന്നു പറഞ്ഞുകൊണ്ട് തന്നെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ലെഫ്റ്റിലുള്ളത് അതിന് ലീസ്റ്റ് ആയിരിക്കും. അതുപോലെ നോബിൾ ഗ്യാസ് ആയിരിക്കും മോസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടായിരിക്കുക ഒരു പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ. ഡൗൺ എ ഗ്രൂപ്പ് ഡെൽറ്റ എച്ച് ഡിക്രീസസ്. ഡെൽറ്റ എച്ച് ഐ അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് എഫക്റ്റും അറ്റോമിക് റേഡിയസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും താഴോട്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ ഈസിനെസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈസിനെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. കുറച്ച് എനർജി മതി ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, അതായത് ഡിക്രീസ് ആയിട്ട് വരും. Thus among alkali metals lithium has the least ionization enthalpy and francium has the most. lithium എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിൽ ഏറ്റവും മുകളിലുള്ളതാണ്. ആൽക്കലി മെറ്റൽസിൽ മുകളിലായിട്ടാണ് ലിഥിയം വരുന്നത്. അപ്പോൾ ലിഥിയത്തിന് ലീസ്റ്റ് ആൽക്കലി മെറ്റൽസിൽ ലിഥിയത്തിന് ലീസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, അതുപോലെ ഫ്രാൻഷ്യത്തിന് ആയിരിക്കും ആൽക്കലി മെറ്റൽസിൽ മോസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. ഇൻ ദ സെക്കൻഡ് പീരീഡ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെറീലിയം.
മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെറീലിയം. ശരിക്കും റൈറ്റിലോട്ട് പോകുമ്പോൾ ബോറോണിൻ്റെ ഇൻക്രീസ് ആവുന്നതാണ് ബോറോൺ ബെറീലിയത്തേക്കാളും കൂടുതലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ. അപ്പോൾ ഈ എക്സെപ്ഷന് കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദി കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഇൻ ബെറീലിയം. അങ്ങനെ വരാനുള്ള കാരണം എവിടെ ബെറീലിയത്തിൻ്റെ കേസിൽ എന്തുണ്ട്, ബെറീലിയത്തിൻ്റെ കേസിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആണുള്ളത്. 2s2 എന്നാണ് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടി വരിക. ഏത് ബോറോണിൻ്റെ കേസിൽ 2s2 2p1 എത്തിയിട്ടുണ്ടാവും. അപ്പോൾ 2p1 ആണ് 2pയിലുള്ള ഇലക്ട്രോണാണ് ബോറോൺ. അതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനാണ് ബോറോണിൻ്റെ കേസിൽ. പക്ഷെ ഇവിടെ ബെറീലിയത്തിൻ്റെ കേസിൽ 2s2യിലുള്ള കംപ്ലീറ്റ്ലി ഫിൽഡ് s ഓർബിറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. അത് ഏതിനേക്കാളും കൂടുതലായിരിക്കും, അതിന് വേണ്ട എനർജി ബോറോണിന് റിമൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അതൊരു എക്സെപ്ഷനാണ്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെറീലിയം. സിമിലർലി വേറൊരു എക്സെപ്ഷൻ, ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. നൈട്രജൻ്റെ ഓക്സിജനേക്കാളും കൂടുതലാണ്. ശരിക്കും നേരെ തിരിച്ചാണ് വരേണ്ടത്. അപ്പോൾ അതിന് കാരണം ദിസ് ഈസ് ബിക്കോസ് നൈട്രജൻ ഹാസ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നൈട്രജൻ എന്താണുള്ളത്, ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. 2pയിൽ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് അതുകൊണ്ട് തന്നെ സ്റ്റേബിളാണ്. നൈട്രജൻ്റെ ആ കോൺഫിഗറേഷൻ സ്റ്റേബിളാണ്. ആ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ അത് മോർ സ്റ്റേബിളാണ്. ആൻഡ് സോ മോർ എനർജി ഈസ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. നൈട്രജൻ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി വേണ്ടി വരും. അപ്പോൾ നൈട്രജൻ്റെ ഓക്സിജനേക്കാളും ഗ്രേറ്ററാണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ബാക്കി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.